ഹലോ വെൽക്കം ബാക്ക്. ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ്, സാക്കിൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ്. അപ്പം ഞാനിങ്ങനെ ഇവിടെ ഇരുന്നപ്പോഴേ ഇങ്ങനെ ആലോചിക്കണമായിരുന്നു, അവൻ പെട്ടെന്ന് ആളെ എന്ത് പെട്ടെന്നാണ് നമ്മുടെ ഏജ് പോണത്. അവൻ തന്നെ എന്ത് പെട്ടെന്നാണ് വളരണത്. ഇപ്പം അവൻ 5 വയസ്സായി. അയ്യോ, 5 വയസ്സുള്ള മകൻ്റെ അമ്മയും അപ്പനായി എന്ന് ചിന്തിക്കുമ്പോൾ ഞങ്ങളിപ്പോഴും ആ +1 +2 ഏജിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. അപ്പം ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ ചെയ്യുന്നത്, അയ്യോ 5 വയസ്സാണ്, എന്ത് പെട്ടെന്നാണല്ലേന്ന് ആലോചിക്കണമായിരുന്നു കേട്ടോ ഞാൻ. അപ്പം ഇനി പറയാനുള്ളത്, ബർത്ത്ഡേക്ക് കുറച്ച് പേരെയൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് മിസ്സായ ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് പറയണമെങ്കിൽ ചേട്ടനും ചേച്ചിയാണ്. നിങ്ങൾ വ്ളോഗിലൊക്കെ, പഴയ വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ട് അജു ചേട്ടനും ചേച്ചിയും, അജു ചേച്ചിയും. അവരെ ഒരുപാട് മിസ്സായി. കാര്യം എന്താ വെച്ചാൽ അവരായിരിക്കും ഈ ഒരു ബർത്ത്ഡേ ഉണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം വരേണ്ടത് അവരായിരുന്നാലേ. പക്ഷേ അവർ ഈ കൺട്രിയിൽ നിന്ന് തന്നെ മൂവ് ചെയ്ത്, അതുകൊണ്ട് അവർക്ക് വരാൻ പറ്റില്ലല്ലോ. അതേപോലെ തന്നെ കവിത ചേച്ചിയും ചേട്ടനും അത് നമ്മുടെ ഫാമിലി തന്നെയാണ്. അപ്പോൾ അവരെ നമുക്ക് ഒരുപാട് മിസ്സായി. പിന്നെ മിസ്സായത് ജെഫ്രി. എന്ത് പരിപാടിക്കും ഞങ്ങളുടെ ഒപ്പം ഉണ്ടായതാണ്. പക്ഷേ ഈ ഒരു പരിപാടിക്ക് സാഹചര്യങ്ങൾ മൂലം, കാര്യം ഇവിടെയൊക്കെ അങ്ങനെ പെട്ടെന്ന് നമുക്ക് വരാനും കാര്യങ്ങളൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റില്ല, അതൊക്കെ ഒരു ഫാമിലി തന്നെ. നമുക്കിവിടെ വന്നിട്ട് ഒരുപാട് ഫാമിലീനെ കിട്ടിയിട്ടുണ്ട്. അതിൽ വൺ ഓഫ് ദി എന്താ പറയണത്, അത്ര അടുപ്പമുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് ബാലുവിന് ഞാനും ജെഫ്രിയും ബാലുവും കൂടി നടക്കുമ്പോഴേക്കും ഞാൻ മകനും എന്ന് വെച്ചാൽ മകൻ്റെ ഒരു ഫീലിംഗ് ആണ് ബാലുവിൽ ഞാൻ കാണുന്നത്. ജെഫ്രിയിൽ എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര കാര്യമാണ്. അപ്പോൾ അത് മിസ്സായിപ്പോയി. പിന്നെ കുറച്ച് ഫേസുകൾ, പിന്നെ അബ്ബാനും സാലിയും, അവർക്കും വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ വരാൻ പറ്റിയില്ല. അവരെയും ഞങ്ങൾക്ക് ഒരുപാട് മിസ്സായി. പിന്നെ കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായ കുറച്ച് ഫേസുകളുണ്ട്. അത് പല കാരണങ്ങളാൽ ഇനി വരാൻ പറ്റില്ലായിരിക്കും. അപ്പോൾ അവരെയും ഞങ്ങൾക്ക് മിസ്സായ കാര്യം, ഞങ്ങളെക്കാളും അടുപ്പം സാക്കിനോട് ഇപ്പോഴും അവർക്കുണ്ടെന്ന് എനിക്കറിയാം. അതിൽ ഭയങ്കര വിഷമമുണ്ട് വരാൻ. അവരും ഈ ഒരു ബർത്ത്ഡേക്ക് ഉണ്ടാവുന്നതിന് പേഴ്സണലി എനിക്കുണ്ട്. പിന്നെ വന്നവരെ കുറിച്ച് പറയണമല്ലോ. കാര്യം ഈ ഒരു കൺട്രിയിലെന്ന് പറഞ്ഞാൽ നമുക്ക് വർക്ക് മാറ്റിവെച്ച്, ഒരു സെക്കൻഡ് പോലും മാറ്റിവെച്ച് ലണ്ടനിൽ നിന്നൊക്കെ ഇവിടെ വന്നേന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യം തന്നെയാണ്. അങ്ങനെ വന്നവർ ഒരുപാട് എന്താ പറയുക, ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം അത് ഞങ്ങളിവനെ സ്നേഹിക്കണ പോലെ തന്നെ അവർ ഇവനെ സ്നേഹിക്കണ കൊണ്ടാണല്ലോ ഈ ഗിഫ്റ്റ്സിനേക്കാളൊന്നുമല്ല, അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഈ ഒരു സ്ഥലത്ത് വന്നതും ഗിഫ്റ്റ് അവന് കൊടുത്തതും അതൊക്കെ ഭയങ്കര, അത് വളരെ എന്താ പറയുക, ഒരു ഫ്രണ്ട്ഷിപ്പല്ല, ഒരു ഫാമിലിയാണ് അവരൊക്കെ. അപ്പം അവരും ഈ ഒരു ബർത്ത്ഡേക്ക് വന്നതിന് ഒരുപാട് എനിക്ക് സന്തോഷമായി. പിന്നെ 3 ദിവസത്തെ പരിപാടിയായിരുന്നു. അപ്പോൾ ഈ 3 ദിവസം എന്ന് പറഞ്ഞാൽ വലിയ പരിപാടിയൊന്നും അല്ല കേട്ടോ. നമുക്ക് ടൈമിൻ്റെയും ഇതൊക്കെ അനുസരിച്ച് നമ്മൾ 3 ദിവസം പ്ലാൻ ചെയ്തത്. കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അതേ ടൈമിൽ ഒരുമിച്ചൊന്നും അല്ല വരാൻ പറ്റിയത്, പല ടൈമിലാണ് വരാൻ പറ്റിയത്. കാര്യം പല സ്ഥലത്തുനിന്ന് വന്നുകൊണ്ട് അവർ ടൈം എടുത്തു. അപ്പം ആദ്യത്തെ പരിപാടി ഫ്രൈഡേ ആണ് തുടങ്ങിയത്. അത് സാക്കിന് ഞാൻ എപ്പോഴും സർപ്രൈസസ് കൊടുക്കുമെന്ന് നിങ്ങൾക്ക് എൻ്റെ പഴയ വ്ളോഗൊക്കെ കണ്ടാൽ അറിയാം. അപ്പം എന്നെ സംബന്ധിച്ചോളം കഴിഞ്ഞ ബർത്ത്ഡേക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്യാട്ടെ. ഇനി കാണാത്തവരാണെങ്കിൽ Ocean501 എന്നാണ് ഞാനിവിടെ മെൻഷൻ ചെയ്യാം. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേക്ക് 4th ബർത്ത്ഡേക്ക് ഞാൻ 4 ഗിഫ്റ്റ്സ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തത്, ബാലുവും ഞാനും കൂടി. അപ്പോൾ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് ഞാൻ കുറേ ഒരു മാസം മുന്നേ അയ്യോ ഞാൻ ഇനി ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് ഇവന് എന്ത് സർപ്രൈസ് കൊടുക്കുമെന്ന് ഞാനിങ്ങനെ ചിന്തിക്കണമായിരുന്നേ. നമ്മൾ ഗിഫ്റ്റ് കൊടുക്കണേക്കാളും, അല്ലെങ്കിൽ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, പൈസ കൊടുക്കണേക്കാളും അവരുടെ സന്തോഷം വന്നത് ഇങ്ങനെ സർപ്രൈസസ് കൊടുക്കുമ്പോൾ അല്ലേ. അതിൽ പൈസയുടെ വാല്യൂ അല്ല ഞാൻ പറയണത് കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ പ്ലാൻ ചെയ്യാൻ ഒളിപ്പിച്ച് വെച്ച്. ഇവനെന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയിലല്ല, വേറൊരു രീതിയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ച്, ഈ ഹോളിൽ തന്നെ ഒളിപ്പിച്ച് വെച്ചിട്ട് അവനെ കൊണ്ട് കണ്ടുപിടിക്കണേ. ഞാൻ ലെറ്ററൊക്കെ എഴുതി അങ്ങനെ കാണിച്ച് ഇവന് വായിക്കാനും കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും ചെയ്തൊന്നുമില്ല. അപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടി സാക്കിനെ ആ ഒരു സർപ്രൈസ് കൊടുത്ത വ്ളോഗ് നിങ്ങളിപ്പോൾ കണ്ടോ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം പറയാം. ഇനി എന്താണ് സാക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് അമ്മയും കൂടി ഇവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടുപിടിച്ചോ? ഫസ്റ്റ് ഗിഫ്റ്റ്, സെക്കൻഡ് കണ്ടുപിടിക്കേ. ആ ഡ്രസ്സൊക്കെ മാറ്റാം, എന്നിട്ട് വേഗം കണ്ടുപിടിച്ചോ. ഗിഫ്റ്റ് കണ്ടുപിടിക്കേ, പൊട്ടിക്കണം. പിന്നെ ഗിഫ്റ്റ് കണ്ടുപിടിക്കും.
second one. Third speed ആണ് അതല്ല അത് ബലൂൺസ് ആണ്. ഇനിയുണ്ട് സുഷോക്ക് എല്ലാം പെട്ടെന്ന് പെട്ടെന്നല്ല. ഇനിയുണ്ട് അടുത്തത് ഇനി അമ്മ വന്ന സ്ഥലത്ത് ചിലപ്പോ ബലൂൺസ് ഒക്കെ ഉള്ള സ്ഥലത്തുണ്ടാവും. ബലൂൺസ് ഒക്കെ ഉള്ള സ്ഥലം ഒന്ന് നോക്ക്. ഇല്ല അങ്ങോട്ടില്ല, ഹോളിലാണല്ലോ. ഇവിടെ നോക്ക്, ഇവിടെ സൂക്ഷിച്ചു നോക്ക്. ഇനി ഒരെണ്ണം കൂടിയുണ്ട്. അതങ്ങനെ അതെടുത്തല്ലേ. ഇനി ഒരെണ്ണം കൂടിയുണ്ട്. അത് സാക്ക് ഫുഡൊക്കെ വെക്കണ സോ നിങ്ങൾ ഗിഫ്റ്റ് കൊടുത്തത് കണ്ടില്ലേ? ഇനി വന്നത് ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്തതാണ്. പിന്നെ ഞാൻ ഫുഡൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വ്ളോഗ് തന്നെ എടുത്തത് ഒട്ടും സമയം ഉണ്ടായിരുന്നു കേട്ടോ. പലരും പല സമയത്താണ് വന്നതെന്ന് പറഞ്ഞില്ല. അപ്പോൾ എല്ലാം പെട്ടെന്ന് ചെയ്തുകൊണ്ട് എനിക്ക് ഫുഡും ഇതും കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ നല്ല ഫുഡായിരുന്നു. എല്ലാവരും ഒരുമിച്ചിരുന്ന് കുക്ക് ചെയ്ത് സംസാരിച്ചു. ഭയങ്കരമായിട്ട് സംസാരിക്കാനും കുറേ സമയമൊന്നും കിട്ടിയില്ല. ആ സമയം ഞങ്ങൾ എൻജോയ് ചെയ്ത് വളരെ. അപ്പം അതൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പം എനിക്ക് നെക്സ്റ്റ് നമുക്ക് കേക്ക് കട്ട് ചെയ്യണത് കാണാം. പിന്നെ വന്നത് ഇവൻ്റെ ബർത്ത്ഡേ വന്നത് കറക്റ്റ് ഓശാന ഞായറാഴ്ച ആയിരുന്നു. എന്ന് വെച്ചാൽ 29th ആയിരുന്നു. അപ്പം നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തത് 28th ആയിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ശരിയായിരുന്നല്ലോ, മറ്റേ കൊഴുക്കട്ട ശനിയായിരുന്നല്ലോ. അപ്പം നമ്മൾ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അതിൻ്റെ വ്ളോഗ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് ചെക്കൗട്ട് ചെയ്യാം. അപ്പം ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ മറന്നുപോയി. സോ സോറി. അപ്പം അത് കാണാത്തവർക്ക് ചെക്കൗട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ കൊഴുക്കട്ട അതും എല്ലാം പെട്ടെന്ന് ചെയ്തുകൊണ്ട് എനിക്ക് അങ്ങനെ പറ്റുന്ന രീതിയിൽ, എന്നാലും അത്യാവശ്യം ഇപ്പോൾ ഫ്രണ്ട്സാണ് വീഡിയോ എടുത്തതും കാര്യങ്ങളും. അവർക്കൊക്കെ ആ വീഡിയോ എടുത്തതിന് ഒരുപാട് താങ്ക് യു. ഞാൻ ബിഹൈൻഡ് ദ സീൻ ജസ്റ്റ് അവരിവിടെ ഇരുന്ന് വീഡിയോ എടുക്കുക ഫുൾ ടൈം ഓരോ ആംഗിളിൽ. കാര്യം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ ഇങ്ങനെ, പക്ഷെ ഞാൻ ഇങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യാൻ കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെയാണ് വ്ളോഗ് എടുത്തത്. അപ്പോൾ ഒരേ ഇതിൽ പോകാൻ വേണ്ടി ഈ ഒരു രീതിയിൽ ആണ് അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ വളരെ കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി ഇത്രയും ഇത് ചെയ്തിട്ട് വീഡിയോ എടുക്കുക, ഫുഡ് ഹെൽപ്പ് ചെയ്യുക, അതൊക്കെ വലിയ കാര്യമാണ്. നമ്മൾ പുറത്ത് പോയിട്ട് കഴിക്കാമെന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. ബട്ട് പല സമയത്ത് വന്നുകൊണ്ട് അതൊന്നും നടന്നില്ല. അപ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ വീട്ടിലിപ്പോൾ ഒറ്റയ്ക്ക് കുക്ക് ചെയ്യുന്നതിനെക്കാട്ടും എല്ലാവരും ഒരുമിച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്ത് അതൊക്കെ വലിയ കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ളത്. അതാ പറഞ്ഞത്, ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ആകെ അവർക്ക് കൊടുക്കാൻ പറ്റില്ല. അവർ ഫാമിലിയാണ്. നമുക്ക് എന്തും അവർ ചിലപ്പോൾ നമ്മൾ കോണ്ടാക്റ്റ് അധികം ഒന്നും ഉണ്ടാവില്ല. അവർ വരുമ്പോൾ അവരത്രയും സ്നേഹത്തോടെ അല്ലെങ്കിൽ അത്രയും ഇതോടെ എല്ലാം കണ്ടറിഞ്ഞാണ് നമ്മളോട് ചെയ്യണതൊക്കെ. അതിന് എത്ര താങ്ക്സ് പറഞ്ഞാലും അത് തീരില്ല. അത് ഞാൻ എനിക്ക് ഇമോഷണലായിട്ടാണ് തോന്നുന്നത്. എനിക്ക് വേർഡ്സ് പോലും കിട്ടാനില്ല. അപ്പം നിങ്ങൾ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യണ വ്ളോഗാണ്. Happy birthday to you. Happy birthday to you. Happy birthday to Saku. Happy birthday to you. Yay! You get your pillow. Yay! Happy birthday! എല്ലാ ക്യാമറ Yummy? Yummy? Good Sonic. Oh, good Sonic. One. Happy birthday to you.
നീ മാറി സ്പെഷ്യൽ എഫക്ട്സ് വേണം. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. സ്പെഷ്യൽ Happy birthday. Thank you. Boy. ഗുഡ് ബോയ്. Happy birthday. Thank you. Thank you. സോ കേക്ക് കട്ടിംഗ് വ്ളോഗ് നിങ്ങൾ കണ്ടില്ലേ? ഇനി പറയാനുള്ളത് സത്യം പറഞ്ഞാൽ ബാലുവിൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഇവിടെ ഉണ്ട്. അവൻ ആൽബി കേട്ടോ. അപ്പം അവൻ എന്ന് പറഞ്ഞാൽ അവൻ എന്ത് കാര്യത്തിലും ഞങ്ങളുടെ കാര്യം എന്താ വെച്ചാൽ ചേട്ടനും ചേച്ചി ഇവിടെ അടുത്തുള്ളതുകൊണ്ട് എപ്പോഴും നമ്മൾ പറഞ്ഞു നമുക്ക് ആരും ഉണ്ടെന്നുള്ളൊരു തോന്നലായിരുന്നു. ചേട്ടനും ചേച്ചിയും പോയപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ അങ്ങനെ ആരും ഇല്ല. പക്ഷേ എന്താ പറയുക, അവൻ ലണ്ടനിലാണ്. സ്റ്റിൽ ബാലു എപ്പോൾ വിളിച്ചാലും അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോൾ എന്തെങ്കിലും വിളിച്ചാലും അവൻ വരാറുണ്ട്. അതും 2 മണിക്കൂറുണ്ട് ട്രാവലിംഗ് ലണ്ടനിൽ നിന്ന്. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യത്തിലും അവൻ ഉണ്ടാവാറുണ്ട്. അത് വലിയൊരു എന്താ പറയണത്, ആ ഒരു മിസ്സിങ് നമ്മളെ ഫാമിലീനെ ഒന്ന് റീപ്ലേസ് ചെയ്യാൻ ഒരാൾ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഒരു ഇത് തന്നെയാണ് അവൻ. എന്ത് കാര്യത്തിലും അല്ലെങ്കിൽ ഇവനോട് കാണിക്കുന്ന ഒരു സ്നേഹവും അതൊക്കെ വളരെ എന്താ വെച്ചാൽ അതൊരു അനുഗ്രഹം തന്നെയാണ്. ഞങ്ങൾക്ക് ഇനിയും ആ ഒരു അനുഗ്രഹം നീണ്ടു നിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കണം. പിന്നെ പറയാനുള്ളത് ഭയങ്കര മിസ്സിങ് വന്നേക്കുന്നത്, അത് നമുക്ക് വേർഡ്സിലൂടെ പറയാൻ പറ്റില്ല. അത് നമ്മുടെ ഫാമിലി തന്നെയാണ്. എന്ന് വെച്ചാൽ എൻ്റെ അപ്പനും അമ്മയും ലൈക്ക് ദിവ്യ ചേച്ചി, മമ്മി, ചിന്നു, അവരെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. കാര്യം ഇങ്ങനത്തെ പരിപാടി വരുമ്പോൾ നമുക്ക് നമ്മുടെ ഫാമിലീനെ മിസ് ചെയ്യാതിരിക്കും. അതായത് അവരുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ മിസ് ചെയ്യണേക്കാളും കൂടുതൽ ഇപ്പം ഇവൻ്റെ ബർത്ത്ഡേക്ക് അവർ കാണണമെന്നുണ്ടാവും. പ്രത്യേകിച്ച് അമ്മയും അപ്പനും മമ്മിയൊക്കെ അവിടെ 3 ബർത്ത്ഡേ അവർ 3 പേരുമായിരുന്നു ഉണ്ടായത്. അപ്പം ഈ ഒരു ബർത്ത്ഡേ എനിക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ബാലുവിന് മനസ്സിലാവും. കാര്യം ഞങ്ങൾ ആ 3 ബർത്ത്ഡേ ഇവനെ മിസ് ചെയ്തത് അല്ലെങ്കിൽ ഇവൻ്റെ ഒപ്പം ഉണ്ടാവാൻ പറ്റാത്തതിന് ഞങ്ങൾ ഒരുപാട് വിഷമിച്ചായിരുന്നു. അതേപോലെ തന്നെ അവരെന്തോരം വിഷമിക്കണുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ബാലുവിന് മനസ്സിലാവും. പക്ഷെ എന്ത് ചെയ്യാനാ, സാഹചര്യങ്ങൾ നമുക്കിപ്പം അങ്ങോട്ട് പോയി ഇപ്പം ലൈക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതേപോലെ അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത സാഹചര്യങ്ങൾ കൊണ്ട് അവരെ നമുക്ക് മിസ്സായി. ഇനി ദൈവം അനുഗ്രഹിച്ചെല്ലാം പിന്നീട് നല്ല രീതിയിൽ തന്നെ അവർക്കും ഇതേപോലെ അവനെ കാണാനും ഇതാനും മിണ്ടാനും സംസാരിക്കാനൊക്കെ പറ്റട്ടെ. അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്, അല്ലാതെ നമ്മളല്ല തീരുമാനിക്കേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കണത്. അപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ വീഡിയോ കോൾ ചെയ്ത് കാണിക്കാം അതേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ബർത്ത്ഡേ വരുമ്പോൾ സ്പെഷ്യൽ ഒക്കേഷൻ വരുമ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ കോൾ അതേ നമുക്ക് പറ്റുള്ളൂ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അതാ പറയണം, നമുക്ക് കൂടെ ഉള്ളപ്പം അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർ കൂടെ ഉള്ളപ്പോൾ അവരുടെ വിലയൊന്നും അറിയില്ല. നമ്മളിങ്ങനെ മാറി നിൽക്കുമ്പോഴേ അവരുടെ വില അറിയുള്ളൂ. അപ്പം നിങ്ങളെപ്പോഴും ആ കൂടെ നിൽക്കുമ്പോൾ എത്രത്തോളം സന്തോഷിക്കാൻ പറ്റുമോ, എൻജോയ് ചെയ്യാൻ പറ്റുമോ, അവരെ സ്നേഹിക്കാൻ പറ്റുമോ അങ്ങനെ സ്നേഹിക്കുക. അല്ലാതെ നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം നമ്മളിവിടെ വരുമ്പോൾ നമ്മൾ തന്നെ വളരെ തിരക്കാവും. നമുക്ക് നമ്മുടെ ജോലി അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ വളരെ ബിസിയാവും. അപ്പം നമുക്ക് അവർക്കൊരു ടൈം കൊടുക്കാൻ ചിലപ്പോൾ പറ്റില്ലായിരിക്കും. അതാ പറയണം, കൂടെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഇപ്പം പുറത്തുള്ളവർക്ക് മനസ്സിലാവും അത്. ഇനി നാട്ടിലുള്ളപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ ഞാൻ ചിന്തിക്കാറുണ്ട്, നാട്ടിലുള്ളപ്പോൾ നമ്മൾ ഒരു കാര്യം അറിയാതെ വളർന്നതാണ്. ഇപ്പം ഞാനാണെങ്കിലും എന്താ ഫുഡിന് ഫുഡ് നമുക്ക് പാത്രം പോലും കഴിയണ്ട ആ ഒരു രീതിയിൽ എല്ലാവരും നോക്കിക്കോളും എന്ന രീതിയിലും ഫുഡ് പോലും നമുക്ക് ഇന്നത് ഇപ്പം നമ്മൾ എന്തേലും കഴിക്കാൻ കിട്ടിയ അങ്ങനത്തെ ഒരു അവസ്ഥ. അതാ പറയണം, നമുക്ക് കൂടെ ഉള്ളപ്പോൾ നമുക്കതിൻ്റെ വില അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എല്ലാവരോടും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും നിൽക്കാൻ നോക്കാം. പിന്നെ വന്നത് അടുത്ത വ്ളോഗ് ജസ്റ്റ് ഗിഫ്റ്റ് കൊടുക്കുന്ന വ്ളോഗ് എന്ന് പോയത്. അത് കാര്യം എന്ന് വെച്ചാൽ അവരിവിടെ അടുത്താണ്. സാക്കിൻ്റെ ഫസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാം, അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഞാൻ ഫോട്ടോയും കാര്യങ്ങളും വീഡിയോ ഒന്നും ഉൾപ്പെടുത്തണില്ല. അവൻ വന്നായിരുന്നു. അപ്പം അത് ഭയങ്കര സന്തോഷം. നമ്മുടെ ഫസ്റ്റ് ഫ്രണ്ട് അല്ലേ, കുഞ്ഞിലെ തൊട്ടുള്ള ഒരു ഫസ്റ്റ് ഫ്രണ്ടാണ് അവന്. അത് മെമ്മറിയിൽ ഇത് ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ ആലോചിക്കണമായിരുന്നു. നമ്മൾ ഈ ഷൂട്ട് ചെയ്യണത് എല്ലാം നമ്മുടെ ഒരു സന്തോഷവും ഹാപ്പിനെസ് പിന്നീട് എടുത്ത് നോക്കുമ്പോൾ, ഇപ്പോൾ ഓരോ വീഡിയോസും ഞാനിങ്ങനെ പിന്നീട് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷമില്ല, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയായിരുന്നു എന്ന് അറിയാൻ പറ്റില്ല. അതാണ് ഈ നമ്മൾ മെമ്മറീസാണ് ഈ വീഡിയോസൊക്കെ. ഇതാര് കാണണം എന്നോ അല്ലെങ്കിൽ ഇത് ഫുള്ള് കാണണമെന്നോ ഒന്നുമില്ല. ഇതെനിക്ക് പിന്നീട് നോക്കുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് സാക്കിനെ കാണിക്കാൻ വേണ്ടിയാണ് ഇത് ഞാനിങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്യണം കേട്ടോ. ഈ ഒരു വീഡിയോസൊക്കെ അല്ലാതെ ബാക്കിയുള്ള വീഡിയോസല്ല.
അപ്പം അത് എന്താ പറയുക, എന്നെ സംബന്ധിച്ചോളം ഞാൻ വളരെയധികം എൻജോയ് ചെയ്ത് ചെയ്യണത് വീഡിയോസാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ ചെയ്യാൻ. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഡോക്യുമെൻ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഗിഫ്റ്റാണ്. ഗിഫ്റ്റ് എന്ന് പറയുമ്പം കൊച്ചുങ്ങൾക്ക് അതൊക്കെ കിട്ടുമ്പോൾ സന്തോഷമല്ലേ. എന്നെ സംബന്ധിച്ചോളം അവൻ ഭയങ്കര ഹാപ്പിയാണ്. ഒരുപാട് ഗിഫ്റ്റ് കിട്ടി. ഗിഫ്റ്റ് നമ്മൾ അത്ര പ്രതീക്ഷിച്ചിരുന്നില്ല. അവന് ഞങ്ങൾ കൊടുക്കണ പോലെ തന്നെ അവരും കൊണ്ടുവന്ന് കൊടുത്ത് അതിനൊക്കെ ഒരുപാട് എന്താ പറയുക, താങ്ക്ഫുൾ ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പുറത്തേന്ന് ഭയങ്കര ചിരിയാണ്. എന്താണെന്ന് എനിക്കറിയില്ല, അവനെൻ്റെ സംസാരം കേട്ടിട്ടാണ്. അവനെ ബോറടിച്ച് ഇത്രയും വ്ളോഗ് എടുത്തോണ്ടിരിക്കും, അതുകൊണ്ട് ഡിസ്റ്റർബ് ചെയ്യാൻ വന്നിട്ട്. അപ്പോൾ ഞങ്ങൾ കൊടുക്കണ പോലെ അവന് സർപ്രൈസസ് ആയിട്ട് അവരും ഗിഫ്റ്റ് എല്ലാം കൊടുത്ത് അതിനൊക്കെ വളരെ സന്തോഷം. ഗിഫ്റ്റിനേക്കാളും ഏറ്റവും വലുത് അവരുടെ പ്രസൻസ് ആയിരുന്നു. അവരിവിടെ വന്ന് അവരുടെ ടൈം നമുക്ക് വേണ്ടി മാറ്റി വെക്കാതെ തന്നെ വലിയ കാര്യമാണ് ഈ തിരക്കിൽ. അപ്പം ആ ഒരു ഗിഫ്റ്റിൻ്റെ വ്ളോഗും കൂടി കണ്ടിട്ട് ഈ ഒരു വീഡിയോ ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ പോണേന്. അപ്പം കണ്ടോ, Oh, happy birthday. I have two. ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ എടുത്തോളാം. Action ready. റെഡി എല്ലാം റെക്കോർഡിംഗ്. Happy birthday, Saku. വീലേ. അതിന് അമ്മേനോട് ഒന്നുമല്ല. അമ്മയുടെ ഗിഫ്റ്റ് പിടിക്കാനുണ്ട്. ശരി. ഇപ്പൊ ചെറുക്കൻ്റെ ഓണായോ കേട്ടോ. ഓണം. Okay. Thank you, God. Thank you, God. Thank you, Thank everyone. you, Jesus. Thank you, everyone. Thank you, everyone. കോൺവെന്റ് സ്കൂൾ. എന്നെ വെച്ചിങ്ങനെ. Who's this guy? ഈ ഒരു അത്യാവശ്യം വലിയ വീഡിയോ ആയിരുന്നല്ലേ. ഇത് എൻജോയ് ചെയ്തതും ഇത്രയും കാണാൻ നിന്നതിനും ഞങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തതിനും ഒരുപാട് താങ്ക് യു. ഇനിയും ഞങ്ങളുടെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യാം. സോ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേഗം കാണാം. ബൈ.